റിപ്പബ്ലിക്കൻ ടിവിയിലൂടെ സംഘപരിവാറിനായി അലറി വിളിക്കുകയും എതിർക്കുന്നവരെ രാജ്യദ്രോഹികൾ എന്ന ചാപ്പയടിച്ച് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്ന അർണബ് ഗോസ്വാമിക്ക് മോദിയായിരുന്നു കൺകണ്ട ദൈവം. പ്രതിപക്ഷം മോദിക്കും BJPക്കുമെതിരെ എന്ത് ആരോപണം കൊണ്ടുവന്നാലും അരയും തലയും മുറുക്കി രംഗത്തെത്തും. അലറി വിളിക്കും, അട്ടഹസിച്ചും നുണകളും അർത്ഥസത്യങ്ങളും ഒക്കെ ഇടകലർത്തി പറയും. സംഘപരിവാറിന് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാൻ കഴിയുന്ന ക്യാപ്സുളൊക്കെ ഇറക്കിക്കൊടുത്തുകൊണ്ട് പുറമായും അർത്ഥത്തിൽ റിപ്പബ്ലിക് TV എഡിറ്റർ ഇൻ ചീഫായ അർണബ് സത്യത്തിൽ നിറഞ്ഞാടിയ ഒരു സമയമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി അദ്ദേഹം സ്വീകരിക്കുന്ന BJP വിരുദ്ധമായ നിലപാടുകൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന് ആക്രോശിച്ച് പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയിരുന്ന അർണബ് ഇപ്പോൾ ഭരണകൂടത്തോടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ വീഡിയോകൾ പലതും ട്രെൻഡിങ്ങും ആവുകയാണ്. 2017 കാലത്ത് ആ ഘട്ടത്തിൽ തന്നെ ഗോസ്വാമിക്ക് മോദിയുടെ ഹനുമാൻ എന്നൊരു പേര് വീണിരുന്നു. ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ഓഡിയൻസിനെ സുഖിപ്പിക്കുക, അതുവഴി റീച്ച് കൂട്ടുക, സിമ്പിൾ ടെക്നിക്കാണ് ഗോസ്വാമി അന്നെടുത്തത്. പിന്നീട് അത് ഒരുപാട് പേർ അതിനൊപ്പം ചേർന്നു. ഗോഡി മീഡിയ എന്ന തരത്തിൽ അത് വളരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇന്ത്യൻ മാധ്യമ രംഗം തന്നെ പൂർണ്ണമായും മോദി അമിത്ഷാ ടീം വിഴുങ്ങിയെന്നും വാർത്തകൾ വന്നു. വിമർശനങ്ങളുണ്ടായി. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ പോലും ദേശീയ മാധ്യമങ്ങൾ ഭയക്കുന്നൊരു കാലമൊക്കെ വന്നു. പക്ഷേ അതായത് അർണബ് ഗോസ്വാമി എന്ന ഗോദി മീഡിയയുടെ നെടുനായകത്വം വഹിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ U-ടേൺ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അർണബ് മോദി സർക്കാരിനെ വിമർശിക്കുന്നു. നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അർണബ് ഗോസ്വാമി തന്റെ നിലപാടുകളിൽ വലിയ മാറ്റം വരുത്തി. കേന്ദ്ര സർക്കാരിനെയും BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകളെയും കടന്നാക്രമിക്കുന്ന രീതിയാണ് അർണബിന്റെ പെട്ടെന്നുള്ള മാറ്റം. ആരവല്ലി മലനിരകൾ നശിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഡൽഹി മുതൽ രാജസ്ഥാൻ വരെയായി 700 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതും ഉത്തരേന്ത്യയുടെ ഹരിത ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നതാണ് ആരവല്ലി മലനിരകൾ. ഇവയുടെ ഭാവിയെ ചൊല്ലിയ ആശങ്കകൾക്ക് കാരണം ആരവല്ലി കുന്നിനും മലനിരകൾക്കും സുപ്രീം കോടതി നൽകിയ പുതിയ നിർവചനമാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായ്, K വിനോദ് ചന്ദ്രൻ, NV അൻജാരി എന്നിവരടങ്ങുന്ന ബെഞ്ച് കഴിഞ്ഞ നവംബർ 20 ഉത്തരവിൽ അംഗീകരിച്ചു. ഈ ഉത്തരവ് പ്രകാരം തറനിരപ്പിൽ നിന്ന് 100 മീറ്ററോ അതിൽ കൂടുതൽ ഉയരത്തിലുള്ള കുന്നുകൾ ആരവല്ലി കുന്നിന്റെ നിർവചനത്തിൽ വരും. 500 മീറ്റർ ദൂരപരിധിക്കകത്ത് 2ഓ അതിലധികമോ വരുന്ന ഇത്തരം കുന്നുകളെ ചേർത്ത് ആരവല്ലി മലനിരകളായി കണക്കാക്കും. ഈ നിർവചനത്തിനകത്ത് പെടാത്തവയൊന്നും അങ്ങനെയുമല്ല. ആരവല്ലി കുന്നിനും മലനിരകൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ ഖനന വിലക്ക് കുന്നല്ലാത്തവയ്ക്ക് ബാധകമാക്കേണ്ടതില്ല. അതിനാൽ ഖനന മാഫിയയ്ക്ക് ഇഷ്ടം പോലെ വിളയാടാം എന്നൊരു ആശങ്ക പരിസ്ഥിതി സ്നേഹികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആരവല്ലിയുടെ 90% ഭാഗവും പുതിയ നിർവചന പരിധിക്ക് പുറത്താകും എന്നിടത്താണ് ഈ പ്രശ്നമുള്ളത്. കാരണം അവയേറെയും പുൽമേടുകളും കുറ്റിച്ചെടികളും ചെറിയ കുന്നുകളുമാണ്. ഥാർ മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നിന്നും രാജ്യ തലസ്ഥാന മേഖലയെ സംരക്ഷിക്കുന്ന ഹരിത കവചം അപ്പാടെ തകർത്തെറിയപ്പെടുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ശൈത്യകാലത്ത് ഡൽഹിയുടെ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുമെന്നും ഭയമുണ്ട്. ഈ വിഷയത്തിൽ അർണബ് കേന്ദ്ര സർക്കാരിനെയും ഭരണകൂടത്തെയും വ്യവസായി ഗൗതം അദാനിയെയും കടന്നാക്രമിക്കുകയാണ്. വൻകിട ബിസിനസ്സുകാർ ലാഭത്തിന് വേണ്ടി 1.3 ബില്യൺ വർഷം പഴക്കമുള്ള ആരവല്ലി മലനിരകൾ തകർക്കുകയാണെന്നാണ് അർണബ് പറയുന്നത്. അർണബ് മാത്രമല്ല, വലിയ സമരങ്ങളാണ് ആരവല്ലിയെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത്. അദാനി ഗ്രൂപ്പിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് വലിയ ശതകോടീശ്വരന്മാർക്ക് വേണ്ടി നിയമങ്ങൾ തിരുത്തിക്കൊണ്ടുവരികയാണ്. അവർ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ആരവല്ലി മലനിരകൾ ഇടിച്ചു നിരത്തുകയാണ്. കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രകൃതിയെ തകർക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നരേന്ദ്രമോദിയെ വിമർശിച്ചു. പ്രധാനമന്ത്രി എവിടെയാണ്? എന്തുകൊണ്ട് അദ്ദേഹം ഇതിൽ ഇടപെടുന്നില്ല? 30 കോടി ജനങ്ങളുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് നേതൃത്വമാണ്, മൗനമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ അദ്ദേഹം ചർച്ചയിൽ വിളിച്ചിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഭൂപേന്ദ്ര യാദവ് വിസമ്മതിച്ചതോടെ സ്റ്റുഡിയോയിൽ ഒരു ഒഴിഞ്ഞ കസേര ഇട്ടായിരുന്നു അർണബിന്റെ പ്രതിഷേധം. മന്ത്രിമാർക്ക് ജനങ്ങളോട് പുച്ഛമാണെന്നും പാർലമെന്റിൽ വന്ന് മറുപടി പറയാൻ അവർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയുടെ നിർവചനം പിന്തുടരുകയാണെന്ന് വാദിക്കുമെന്നും ഇത് ആരവല്ലിയുടെ നാശത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാനുള്ള തന്ത്രമാണെന്നും അർണബ് പറയുന്നു. കോർപ്പറേഷനുകൾക്ക് ഇതിലൂടെ കോടിക്കണക്കിന് രൂപ നേടാമെന്നും രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, NCR എന്നിവിടങ്ങളിൽ ജലക്ഷാമം വർദ്ധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിന് ശേഷവും അർണബ് നിർത്തിയില്ല. ഡൽഹിയിലെയും വായുമലിനീകരണം വലിയ വിഷയമായി അദ്ദേഹം ഉന്നയിച്ചു. ഇവിടുത്തെ BJP സർക്കാരുകളെ കടന്നാക്രമിച്ചു. റെയിൽവേ അപകടങ്ങൾ, ഇൻഡിഗോ വിമാന സർവീസ് തുടങ്ങിയ വിഷയങ്ങളിൽ മുൻപത്തെ പോലെ പ്രതിപക്ഷത്തെയല്ല മറിച്ച് ഭരണകൂടത്തെ അർണബ് ഗോസ്വാമി വിചാരണ ചെയ്യുകയാണ്. എന്തായാലും ഇതിന് പിന്നിലൊരു കാരണം പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് അർണബിന്റെ ഏറ്റവും വലിയ പ്രശ്നം നിഷ്പക്ഷതയില്ലാത്തൊരു ചാനലാണ് റിപ്പബ്ലിക്കൻ TV എന്നുള്ളൊരു ടാഗ്ലൈനാണ്. അതായത് ഗോദി മീഡിയയാണ്. അർണബ് ഗോസ്വാമി മോദിയുടെ വലം കൈയാണ്, അല്ലെങ്കിൽ RSSനെ പിന്തുണയ്ക്കുന്ന ക്യാപ്സുകൾ ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ഇല്ല പല വിഷയങ്ങളിലും. ഈ റിപ്പബ്ലിക്കൻ TV ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബാക്ക് റേറ്റിംഗിൽ താഴോട്ട് പോയി.
CNN News 18 ആണ് നിലവിൽ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തുള്ളത്. അംബാനിക്ക് ഷെയറുള്ള ഈ ചാനൽ ഏകദേശം 33 മുതൽ 43% വരെ വിപണി വിഹിതം നേടുന്നുണ്ട്. റേറ്റിംഗിൽ 2-ാം സ്ഥാനത്ത് NDTV ആണ്. അദാനി ഏറ്റെടുത്തതിനു ശേഷം ഈ ചാനൽ കുതിച്ചു മുന്നേറുകയാണ്. ചില ആഴ്ചകൾ ഇവർ 1-ാം സ്ഥാനത്തും എത്തും. അർണബ് ഉണ്ടായിരുന്നപ്പോൾ ദീർഘകാലം 1-ാം സ്ഥാനത്തായിരുന്ന ടൈംസ് നൗ ഇപ്പോൾ റേറ്റിംഗിൽ 3-ാം സ്ഥാനത്താണ്. എങ്കിലും മെട്രോ നഗരങ്ങളിൽ ഇപ്പോഴും ഈ ചാനലിന് വലിയ സ്വാധീനമുണ്ട്. അതിനും പിന്നിലായി 4-ാം സ്ഥാനത്ത് മാത്രമാണ് അർണബിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ TV. ഇതിനെ ഒന്നാമതെത്തിക്കാനുള്ള പ്രധാന തടസ്സം ഇത് വെറും ഗോദി മീഡിയയാണ്, BJP ചാനലാണെന്ന പ്രചരണത്തെ തടുക്കുക ആണ്. ഇത്തരത്തിലൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് അർണബ് ഇപ്പോൾ U-turn എടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന കാരണങ്ങളായി ഒന്ന് സൂചിപ്പിക്കുന്നത്. കാരണം എന്ത് തന്നെ ആയാലും അർണബ് ഇപ്പോൾ മോദിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വലിയൊരു സമരമാണ് ആരവല്ലി സംരക്ഷണം എന്ന് പറയുന്നത്. നമ്മൾക്ക് അത്ര പരിചിതമല്ല. മലയാളികളെ സംബന്ധിച്ച് അതൊരു സിഗ്നിഫിക്കൻസ്, ഒരു പ്രാധാന്യമില്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാത്തത്. എന്തായാലും ഇത്രയും വലിയ സമരങ്ങളൊക്കെ നമ്മുടെ രാജ്യ തലസ്ഥാനത്തും ഉത്തരേന്ത്യയിലുമൊക്കെ നടക്കുന്നുണ്ട്. ഡൽഹി കഴിഞ്ഞ് കുറേയധികം നാളുകളിലൂടെ അതിഭീകരമായ മലിനീകരണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻഡിഗോ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിലൊക്കെ നമ്മൾ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ ഗവൺമെന്റിന് ഇടപെടാൻ സാധിക്കാത്ത ഇടങ്ങളിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് മാധ്യമങ്ങൾ തന്നെയാണ്. ആ പണി അർണബ് ഗോസ്വാമി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ചാനൽ റേറ്റിംഗിന് വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ അത്തരത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്.